ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഓണത്തിന് നമ്മൾ കുഞ്ഞിപ്പന്റെ ആദ്യത്തെ ഓണം ഡൂഡുവിന്റെ മൂന്നാമത്തെ പൂ പറിക്കാൻ പോവാണ് ഓണത്തിന്. അപ്പൊ പൊന്നിന് തിരുമിക്കലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ എന്താ പരിപാടി വെച്ചാൽ പൊന്നിന് തിരുമിക്കാൻ പോകുന്ന വഴിക്ക് നമ്മള് കിട്ടുന്ന പൂക്കളൊക്കെ സംഭരിച്ച് ശേഖരിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് കൊങ്ങിണി പൂ അങ്ങനെ അല്ലറച്ചുള്ള പൂവൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ ഇവനെ കൂട്ടിയിട്ട് പൂ പറിക്കാൻ പോന്നു കേട്ടോ. ചെറുക്കൻ പൂ പറിക്കാന്നല്ലേ പറഞ്ഞേ? നീ പൂ പറിക്കില്ലേ? അത്തോടുണ്ടേ അത്ത ഇവൻ പോയിട്ട് ഇച്ചാച്ചേ എനിക്ക് അത്തം തിന്നാൻ വേണമെന്ന്. എനിക്കും വേണം ഇച്ചാച്ച അത്തം. എന്താന്ന് തിന്നാനാണ്. അപ്പൊ പോയിട്ട് നമുക്ക് നേരെ പൂ പറിച്ചിട്ട് ഈ പറയുന്ന ഒരു അപ്പം ഇടാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മള് പൊന്നിന് തിരുമിക്കാൻ കേട്ടോ പോകുന്നേ. ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോട്ടെ പോട്ടെ. അപ്പൊ ഇന്ന് തിരുമിക്കാൻ ഡൂഡു ഉണ്ട്, കുഞ്ഞേച്ചി ഉണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്, ഇച്ചാച്ചയുണ്ട്. പറന്നാണോ മോളെ? അപ്പൊ അങ്ങനെയാ കൊങ്ങണിയാണോ? അപ്പൊ ഇന്നും വേറെ വഴി കൂടിയാണ് കൊണ്ടുപോണത്. ഓരോ ദിവസം ഓരോ വഴി കൂടിയാണ് കൂട്ടുകാരെ. വേഗം എളുപ്പ വഴി ആയിരിക്കൂല്ലേ ഇന്നലത്തെ പോലെ? ഇന്നലെയാണ് നമ്മള് പോയി കിടക്കുമല്ലേടാ ഇത് വഴിതോ ആണോ? ഈ പെണ്ണിനെ കുലിക്കാൻ കൊണ്ടുപോകുന്നതാണോ? എന്താ കൂട്ടുകാരെ, ഇന്ന് എളുപ്പ വഴി കൂടെ പോയിട്ട് സംഭവിക്ക് വഴി തെറ്റിയിട്ടുണ്ട് കേട്ടോ. വഴി തെറ്റി നമ്മൾ തിരിച്ചു വിടും. ആ ചേട്ടനോട് ചോദിക്കണം മുന്നിൽ ഇതേണ്ടേ. അപ്പൊ ആരും കൊണ്ടുപോകണ ചേട്ടനോട് ചോദിക്കാനേ. ഞാൻ ചോദിച്ചു പോവാ അല്ലേ ഡൂഡു? ആന വരുമ്പോ ആനക്ക് കുത്താൻ വേണ്ടി സൂചി വെച്ചേക്കുന്ന കേട്ടോ. ഗന്നിന്റെ ഗുണ്ടിക്ക് കുത്തും. അപ്പൊ ആന ഓടും പാലും. എന്താ പറഞ്ഞേ? ഓരോ വഴി കൂടെ കൊണ്ടുപോണത് നോക്ക്. അടുത്ത വഴി കണ്ടത് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു ഞാൻ ഇങ്ങനത്തെ വഴിയൊക്കെ? ഞാൻ ഷോർട്ട് കട്ട് എനിക്ക് ഷോർട്ട് കട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്ക് ഷോർട്ട് കട്ട് മറന്നുപോയി കേട്ടോ. ആ ചേട്ടന്മാരെല്ലാം ആഘോഷിക്കുകയാണ് കേട്ടോ. ഇതാണ് പുൽപ്പള്ളിയിലെ ബീവറേജ്. ഇതാണ് പുൽപ്പള്ളിയിലെ ബീവറേജ് കോർപ്പറേഷൻ. ഓണാഘോഷം നടക്കുകയാണ് തകൃതിയായിട്ട്. ആ ആയിക്കോട്ടെ. അപ്പൊ അതേ ബസ്സിന് നമ്മള് സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാടിന്റെ ഉള്ളിൽ കൂടെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. നല്ല കാടിനുള്ളിലൂടെ ഇന്റർലോക്ക് ഇട്ട വഴിയാണ് കേട്ടോ. ഈ കാട്ടിലൂടെ ആണെങ്കിൽ ആനയുണ്ട്, കടുവയുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഇതുവഴി വന്നിട്ട് ആ ബസ് പോകുന്ന വഴി നമ്മള് പോയി. തിരിഞ്ഞില്ല. ഈ മണ്ണിട്ട വഴിയൊന്നും നമ്മള് കണ്ടില്ല. ഡൂഡുവിനെ പോത്ത് കുത്തിട്ടോ. അവന് പോത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന്മാര് ബൈ. അവരൊക്കെ ടാറ്റ വന്നു. ഇന്നലെയും ടാറ്റ വന്നു. അപ്പൊ കൂട്ടുകാരെ നമ്മള് തിരുമിക്കാൻ എത്തിട്ടോ. തിരുമിക്കുന്നതിൽ സന്തോഷം. പൂവൊക്കെ പറിക്കാലോ. കൊറേ നാൾക്ക് ശേഷം പൂവൊക്കെ പറിച്ച് ഇനി അത്തിടാൻ വന്നത്. നമ്മളുടെ ഇപ്രാവശ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് 1 രൂപയ്ക്ക് പോലും നമ്മൾ പുറത്തുനിന്ന് പൂ മേടിക്കില്ല അല്ലെ? 1 രൂപ ഇല്ല. അതാണ് നമ്മൾ 1 രൂപയ്ക്ക് മേടിക്കുന്നില്ല. നമ്മള് ഒറ്റ പൈസക്ക് ഒരു പൂ വാങ്ങാതെ നമുക്ക് നമ്മുടെ കൈ നമുക്ക് കിട്ടുന്ന പൂക്കൾ വെച്ചിട്ട് മാത്രം അത്തിടാൻ വേണ്ടിട്ടാ കേട്ടോ. അപ്പൊ പൊന്നു തിരുമിട്ട് വരും. തിരുമിട്ട് 2 മൊത്തം പൂ ഇറക്കും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ പൊന്നിനെ തിരുമിക്കാൻ വേണ്ടി ഇറക്കി. അപ്പൊ പൊന്നു തിരുമുന്നുണ്ട് കേട്ടോ. അല്ല പൊന്നിനെ അവിടെ തിരുമിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ പൂക്കളും തപ്പി ഇറങ്ങി കേട്ടോ. എന്ത് പൂവാ ഡൂഡു തപ്പി ഇറങ്ങിയേക്കും നമ്മള്? പൂ പറിക്കാൻ. അപ്പൊ ഞങ്ങൾ കുറച്ച് കൊങ്ങണിപ്പൂ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെറൈറ്റി കൊങ്ങണിപ്പൂ. അപ്പൊ ആ വെറൈറ്റി കൊങ്ങണിപ്പൂ ഒന്ന് പറിച്ചിട്ട് കവറിട്ടിട്ട് കൊണ്ടുപോകാം കണ്ടോ. ഈ ടൈപ്പ് കൊങ്ങണിപ്പൂ കൊണ്ടിട്ട് ഇവിടെ കുറച്ച് സൈഡിലൂടെ റോഡിന്റെ സൈഡിലൂടെ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് സുസീനാണ്ട് ഞാൻ തിരിപ്പുണ്ട്. അയ്യോ എവിടെ പോയി കണ്ടോ? ഹലോ, നമ്മൾ ഓണത്തിന് പൂ പറിക്കാൻ പോവാനേ അല്ലേ? ചേട്ടൻ പൂ പറിച്ചേരില്ലേ? അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ സൈഡാട്ടോ ആക്കിയേക്കുന്നത്. റോഡിന്റെ സൈഡിലാട്ടോ നമ്മളാണ് പൂ കണ്ടേക്കുന്നത്. കണ്ടോ, ആരുടെയും വീട്ടിൽ വളർത്തുന്ന പൂവാണെന്ന് അറിയത്തില്ല. എന്റെ പൊന്നെ വര 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 വാ വാ വാ. എടാ ഒച്ച ഉണ്ടാക്കാതെ ഇറങ്ങി വരണം കേട്ടോ. നമുക്ക് ആരെയും ഇങ്ങനെ പറിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് അറിയത്തില്ല. അങ്ങനെ വഴിയില്ല. റോഡിന്റെ സൈഡിലൊക്കെ ആയിട്ടാണ്. പക്ഷെ വീടിന്റെ മുന്നിലാണ്.
എന്റെ പൊന്നെ ചറക്കൻ എന്നെ കൊണ്ട്. അപ്പൊ കൂട്ടുകാരൊരു പ്രശ്നമുണ്ട്, നമ്മൾ കവർ എടുക്കാൻ പറഞ്ഞു. കവർ പൊന്നുവിന്റെ ബാഗിലാട്ടോ. പൊന്നു അവിടെ ഉള്ളത്, നമ്മളിപ്പോൾ കുറച്ച് ഇപ്പറേ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്താണ്ട് ഈ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ കുമ്പിള് പോലെ ആക്കിയിട്ട് അതിനകത്ത് പൂ പറിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാനും ഡൂടും കൂടെ കേട്ടോ അപ്പോൾ ഇറങ്ങിയേക്കുന്നത് കണ്ടോ. അപ്പൊ താണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പൂവ് കേട്ടോ. ഈ കൊങ്ങിണിപ്പൂവാണ് നമ്മൾ പറിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കണ്ടാ നല്ല രസമുണ്ടല്ലേ. ഇങ്ങനത്തെ പൂക്കൾ അധികം അങ്ങനെ റോഡ് സൈഡിൽ കാണാറില്ല. ചുവന്ന പൂക്ക്, ചുവന്ന കൊങ്ങിണിപ്പൂ അല്ലേ ഡൂഡു? ഡൂഡു എടാ ഇങ്ങോട്ട് നോക്കടാ. എടാ ഡൂഡു ചെക്കനാണ് ഫുള്ള് ബിസി കേട്ടോ. നമ്മൾ ചുവന്ന കൊങ്ങിണിപ്പൂ മാത്രമല്ലേ കാണാറുള്ളൂ. ഇത് മറ്റു നോക്കട്ടെ. നോക്കി മെല്ലെ പറിക്കട്ടോ. പാവല്ലേ? ആ പാവല്ലേ. അത് പറിച്ചിട്ട് അതിനകത്ത് ഇട്. ആ പേപ്പറിന്റെ മേലെ ഇട്. പേപ്പറിന്റെ മേലെ ഇട്. അങ്ങനെ എല്ലാം പറിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പൂക്കൾ പറിക്കട്ടെ കേട്ടോ. പറിച്ച് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്താലാണ് നമുക്ക് നാളെ അത്ത ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇത്രയും പൂക്കൾ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇത്രയും കൊങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡൂഡിന് വേണമെന്ന് പറഞ്ഞിട്ട് ഡൂഡ് വാശി പിടിക്കുന്നുണ്ട്. നിനക്ക് വേണോ? അല്ല വാ വാ. ആ ചേട്ടൻ അവിടെ കൊങ്ങിനുണ്ടെന്ന് പറയുന്നു. ആ എല്ലാം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നാൽ നമുക്ക് കിട്ടിയേനെ. ഇത് മൊത്തം ആൾക്കാർ പറിച്ചുകൊണ്ട് പോയിക്കൊണ്ടേ കണ്ടോ. ഈ സൈഡിലൂടെ ഒക്കെ കുറച്ച് കൊങ്ങുന്നുണ്ട് കേട്ടോ. അതുകൂടെ പറിച്ചാൽ നമുക്ക് ഏകദേശം പൂക്കളാവും. അടൂട് നാണ്ട് പൂമ്പാറ്റിനെ പിടിക്കാൻ പോവാട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു പൂമ്പാറ്റ കൊണ്ട് അതിൽ അതിന് പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. ഡൂഡു അങ്ങോട്ട് എന്നാ ചെയ്തേ? സൈഡ് കൊടുക്ക് സൈക്കിൾ ചേട്ടൻ പോണു. സൈഡ് കൊടുക്ക്. സൈഡ് വന്നോ. ഒരു ഹാപ്പി ഓണം പറ ഡൂഡു. അപ്പൊ ഡൂഡു താണ്ട പൂക്കളൊക്കെ പറിച്ച് ക്ഷീണിച്ച് നിൽക്കാണ്. എവിടെ പോവാ? പൂ പറിക്കാൻ. ഹാപ്പി ഓണം പറ ഡൂഡു. ഡൂഡുവിന് കൊടുക്കാൻ ഒരു പൂ കിട്ടിയിട്ടുണ്ട്. ആണ്ടേ നമ്മുടെ ചെമ്പരത്തി. ചെക്കൻ അറിയില്ലല്ലോ ഇതെന്തിനാന്ന്. വാടാ ഡൂഡു വാടാ. അയ്യോ ഓറഞ്ച് ചാടിപ്പോയി. അയ്യോ ഓറഞ്ച് ചാടിപ്പോയി ഡൂഡു. ഇപ്പൊ വന്നോളൂ. ആ ചേട്ടൻ എപ്പോഴാ വന്നെന്ന് ചോദിച്ചല്ലോ. ചേട്ടൻ എന്നെ അറിയത്തില്ലല്ലോ. എനിക്ക് അറിയത്തില്ലാത്ത ചേട്ടനാണല്ലോ. അത് വെച്ചോ തന്നെ വെച്ചോ. ഇനി പിച്ചാച്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ സുസി വഴക്ക് പറയണ്ട. ഇട്. ആ സൂപ്പർ ആട്ടോ. ഒരു ഹാപ്പി വേണം പറഞ്ഞേ. എന്നെ കൊച്ചിനെ കാണിച്ചു വെച്ചേക്കുന്നേ. ഡൂഡ് സൂപ്പറാടാ. സൂപ്പർ എന്ന് പറ. സൂപ്പറാടാ. ഓടിക്കൂട്ടോ. നീ എന്നാണ് കൊച്ചിനെ കാണിച്ചു വെച്ചത്? നല്ല രസമുണ്ട്. എല്ലാരും കാലിയാകൂടാ. എന്റെ ദൈവമേ അത് കളയണ്ടപ്പോ. വാ ഇതിനകത്ത് കിട്ടോ. മറ്റേ ദൂരം വെച്ചോ. നമുക്ക് ആളെ അത്തടണ്ടേ. ആ ഇവിടെ വെച്ചോ. ആ അതും അത്ത ഇടാം. വാ. ഓ എവിടെ? ഓ മെല്ലെ ഓടി ഞാനും വരുന്നു. എങ്ങോട്ടൊക്കെയോ ചക്കൻ ഓടിപ്പോന്നു കേട്ടോ. അത് ചെമ്പരത്തിയാ. അപ്പൊ അതോട് പറിക്കാം. അപ്പൊ ഡൂടും ചെമ്പരത്തി ഇഷ്ടായിട്ടോ. എന്തൊക്കെ വന്നാലും അതൂടെ പറിക്കണം അല്ലേ. ഏത് ഇപ്പൊ പറിച്ചതാ? അത് വേണ്ട. ഇനി അത് നമ്മൾ ചെവി വെച്ചാല് ചില ആൾക്കാർ നമ്മളെ കളിയാക്കും. എന്നാ പോവാ. മണത്തേ. സൂപ്പർ. വാ. അപ്പൊ കൂട്ടുകാരെ ചെമ്പരത്തി പൂ ചെവി വെച്ചതിന് ഡൂഡ് എന്നോട് പിണങ്ങിയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഇതും കണ്ടോ അവന് പൂ വേണം. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞ പൂ അവന് വേണം കളിക്കാന്. അതെന്താ വെച്ചാൽ ഞാൻ കൊടുക്കൂല. വീട്ടിലെത്താണ് ഞാൻ കൊടുക്കൂല കേട്ടോ. അപ്പൊ പൊന്നു തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ. അപ്പൊ നേരെ പൊന്നിനെ പോയി കൂടിയിട്ട് നമുക്ക് ആക്കി പൂ പറിക്കാൻ നോക്കാം. എന്നെ അങ്ങനെ ഇടിച്ചോണ്ടല്ലോ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ പൊന്ന് ഫുൾ പവറിൽ വന്നിരിക്കുകയാണ്. പൊന്ന് അത്തപ്പൂക്കളത്തിന് ഇനി പൂ പറിക്കാനുള്ള ഫുൾ സ്ട്രെങ്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് തോന്നുന്നല്ലേ.
പൂ പറിച്ചിട്ട് ഇനി അത്ത ഇടണം. എനിക്ക് അത്ത ഇട്ട് ഞാൻ പ്രതികാരം കിട്ടും. അപ്പൊ പൊന്നിന്റെ കാലില് കെട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കാലിന് വേദനയൊക്കെ ആയിട്ട്. കാലിന് മുട്ടിന് വെച്ചിട്ട് നീരുണ്ടായിരുന്നു. അപ്പൊ കണ്ടോ കണ്ടോ കാല് കെട്ടിട്ടൊക്കെ ഉണ്ട്. പാവം പൊന്നു. പാവം. ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ സ്റ്റൈലായിട്ട് മറ്റേ എന്തായിരുന്നു ഇപ്പത്തെ ട്രെൻഡിങ് പാട്ട് ഏതായിരുന്നു ചേച്ചി? ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ആ പാട്ട് അതാണ്. ആ അതല്ലേ? അപ്പൊ ഏതോ ട്രെൻഡിങ് പാട്ട് ഒന്നും അറിയത്തില്ല. നമ്മളൊക്കെ ഫ്രണ്ടിലെത്തിയിട്ടായിരിക്കും അത് പറയുമ്പോഴായിരിക്കും ചെറിയ നമ്മളൊരു പഴഞ്ചനല്ലേ. എങ്ങനെ? അത് തന്നെ കുട വെച്ചിട്ട് അതന്നെ ഓണം വന്നല്ലോ. നീ വർഗീസ് ഉണ്ടാക്കി തന്നതാ നീ പാടുന്നേ അല്ലടി. ഇവന്റെ ട്രെൻഡിങ് പാട്ട് ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, അതല്ല നിന്റെ ട്രെൻഡിങ്. ഇവിടെ എന്നെ ഇങ്ങനെ ട്രെൻഡ് അല്ലാണ്ടാക്കും കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അത്ത ഇടാനാണ് നമ്മൾ ശ്രമിക്കുക കേട്ടോ. നാളെ പൈസ കൊടുത്ത് ഒന്നും പുറത്തൊന്നും വാങ്ങിക്കില്ല. പൈസ കൊടുത്ത് വാങ്ങിക്കാണ് തന്നെ പഴംപൊരിയും ചായ അത് മാത്രം വാങ്ങിക്കുള്ളൂ. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇതെല്ലാം കഴിഞ്ഞാണ്ട് വരുന്ന വഴിക്ക് പൊന്നു ഒരു റോഡ് സൈഡിൽ പൂ കണ്ടു ഒരു വീട്ടില്. ഇപ്പൊ അവിടെ രാത്രി ആവാനായിട്ട് സന്ധ്യാസമയമായി, അവർക്ക് ആ പൂ വേണം. അതപ്പോ വീട്ടിൽ പോയിട്ട് പൂ ചോദിക്കാൻ പോകുന്നു പറഞ്ഞ് പോകുന്നു കേട്ടോ. കാലും കൊണ്ട് അപ്പൊ എനിക്ക് പറമ്പിൽ കയറുന്ന നടക്കില്ല. അപ്പൊ വീട്ടില് അവിടെ കുറച്ച് പൂ കണ്ടിട്ടുണ്ട്. ആ ചേച്ചിനോട് ഇത്തിരി പൂ ചെയ്താൽ തരാം. എന്തോ അപ്പൊ അതാ രണ്ടുപേരും കൂടെ പൂ പറിക്കാൻ പോകണ്ടേ. കുഞ്ഞിപ്പെണ്ണ് സുസിയപ്പോ വണ്ടിയുടെ ഉള്ളിലുണ്ട്, നമ്മുടെ റൂമിന്റെ ഉള്ളിലുണ്ട്. കണ്ടോ സ്ഥലം കണ്ടോ, അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പൊ അതാണ്ട് പൊന്നും കൂടെ കൂടെ പോകുന്നുണ്ട്. എനിക്കാണ് ഇങ്ങനെയൊക്കെ പോയി ചോദിക്കാൻ മടിയാട്ടോ. പൊന്നു എന്താ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പഠിച്ചോണ്ട് പോണുണ്ട്. എടി ഓടിച്ചു വിടുവോ? ഓടിച്ചു വിടുവോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ പൂ കിട്ടിട്ടോ. അങ്ങനെ പൂ കിട്ടി, പൂ കുറച്ച് കിട്ടി. കയ്യിലുണ്ട് പൂവ്. അങ്ങനെ പൊന്നു പോയി ചോദിച്ചപ്പോ ആ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് അവർക്കും അത്തിടാനുള്ളതാട്ടോ, എല്ലാവർക്കും അത്തിടാനുള്ളതാണ്. അപ്പൊ കുറച്ച് പറിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൊന്നു എന്തായാലും ചോദിച്ചത് വെറുതെ ആയില്ല, പൂ കിട്ടി. എന്റെ പൊന്നു കൂട്ടുകാർ, ഇവളാണ് എനിക്ക് സൗകര്യം തരുന്നില്ല കേട്ടോ. അതാണ് ഇപ്പൊ സൈഡിലുള്ള കൊങ്ങിണിപ്പൂ ഉണ്ട് മഞ്ഞ കളർ. ഇനിയിപ്പോ അവൾക്ക് അത് വേണം. നട കയറി പോണു കേട്ടോ. അവൾക്ക് വയ്യ, അവൾക്ക് നടുവിനും കാലിനും വയ്യാണ്ട് കയറി പോണ കേട്ടോ. ഈ തിണ്ടിന്റെ മണ്ടേ കൂടെ എടുത്ത് ചാടി മേലേക്ക്. ആഗ്രഹം കൊണ്ടല്ലോ ഞാൻ കുഞ്ഞാച്ചി ഇവൻ നോക്ക് പറിക്കാൻ വരുന്നില്ല. സുസി വന്ന് പറിക്കും. ഞാൻ പറിച്ചു കുറച്ച് മടുത്തു, എന്റെ കൈയൊക്കെ മടുത്തു. ഇവന്റെ കൈ മടുത്തു പൂ പറിച്ച് കണ്ടോ. അവിടെ താഴെ കൊണ്ട് പിള്ളേർ ഓരോ വീടുകളിൽ പോയി ചോദിക്കോട്ടെ പൂവ്. പൊന്നും അതുപോലെ പക്ഷെ നമ്മൾ തൊട്ട് മുന്നത്തെ വീട്ടിൽ അതിന് അവർ വരുന്നതിന് മുന്നേ നമ്മൾ പോയി ചോദിച്ചു. നമ്മൾ അങ്ങനെ അവരെ ഓവർടേക്ക് ചെയ്തു. കുഞ്ഞാ നീ ഒന്ന് വാടാ വന്നു. വന്നിട്ട് ഡൂഡോ ഞെട്ടിക്കുന്ന എന്തിനാ നീ? അവനല്ല അത്തിടേണ്ടത്. ഞങ്ങള് പറിച്ച കൊറേ നേരം. ആ സൂപ്പർ. ഇതില് പൂവ് എവിടെടാ? ഇത് ഞാൻ പറിച്ച പൂവല്ലേ നീ ഇതാക്കി തരുന്നേ. അപ്പൊ നമ്മളവിടെ വണ്ടി എടുത്താണ് പിന്നെ തിരിച്ചായിട്ട് വന്നപ്പോ വേണ്ട വേറെ സ്ഥലത്ത് നിർത്തി. സുസി ഏതോ എന്താ കുങ്കുമക്ക കണ്ടോ, റംബൂട്ടാൻ പോലെ ഇതായിട്ടിരിക്കുന്ന കുരുകുരു പോലെ ഇരിക്കുന്ന അതാണ് കേട്ടോ കുങ്കുമപ്പൂവ്. അല്ല കുങ്കുമ മടിയാട്ടോ. എന്നാ കൊച്ചിനെ പിടിക്ക്, ഞാൻ പറിച്ചിട്ട് വരാം. അപ്പൊ ഇത്ര നേരം കഷ്ടപ്പെട്ട് പൂ പറിച്ച് ഞാൻ ഏറ്റവും അവസാനം മടിയനായി. എന്റെ കയ്യിൽ കൊച്ചിനെ നിന്നിട്ട് അവരുണ്ട് ഇവരുടെ പൂ പറിക്കാൻ വേണ്ടി പോയിട്ടോ. കണ്ടോ പൊന്നു അവിടെ നിന്നിട്ട് കുറെ കാട് പോലത്തെ പൂക്കളൊക്കെ പറിക്കുന്നുണ്ട്. ആ സൈഡിൽ പൊന്നു, ഇപ്പറ സൈഡ് താണ്ടെ സുസി. അയ്യോ സുസി അവിടെ പോയി. സുസിനെ മിററിൽ കൂടെ നോക്കിയാ അവിടെ കാണാം. അങ്ങ് പുറയിലും കണ്ടോ. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ടൗണിൽ വന്നേട്ടോ. പൂക്കളൊക്കെ പറിച്ച് പെമ്പിള്ളാര് മടുത്തു. ക്ഷീണിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ഓണക്കൂടി റേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവളുടെ പോലെ നോക്കി എന്റെ പോലെ ഇങ്ങനെയൊക്കെയാട്ടോ തൊങ്കി നടക്കുന്നേ. സാരല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഓണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ നല്ല വീട്ടുകാരെ. അപ്പൊ നമ്മൾ ഉള്ളത് എന്താണോ അതുകൊണ്ട് ഓണം പോലെ. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ നമ്മള് ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കൂട്ടുകാരെ. 3 കണ്ട ഫുള്ള് സീൻ പിടുത്താട്ടോ. ഫുള്ള് സീന് കൊടുക്കണി. ചുറ്റിക്ക് തരാം. സൂപ്പർ അഭിനന്ദനം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ
വീട്ടിലൊക്കെ എത്തി കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി കേട്ടോ. ഫുൾ ഫ്രഷ് ആയി. പൊന്നു അവിടുന്ന് പിന്നെ കുളി കഴിഞ്ഞിട്ടാ വന്നേ. ഞാൻ വന്ന് കുളിച്ചു. പൊന്നു ഭക്ഷണം കഴിക്കാം കേട്ടോ. പൊന്നു ഭക്ഷണം കഴിക്കുന്ന സമയം. അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞച്ചിയും അമ്മയും അവിടെ പൊരിഞ്ഞ കുക്കിങ്ങിലാട്ടോ. എന്താണ് നാളെ ഓണല്ലേ, അപ്പൊ ഓണത്തിന് എന്തൊക്കെയോ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുന്നേ സാധനങ്ങൾ കാണിച്ചുതരാം. തീയലിനൊക്കെയുള്ള നല്ല ചെറിയ ഉള്ളിയൊക്കെ നോക്കി അരിഞ്ഞ് വെച്ചേക്കുന്നത്. കട്ടിങ് സ്പെഷ്യലിസ്റ്റ് ആണ്. നാളെ മമ്മീന്റെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണുണ്ട്. ഇപ്പൊ പൊന്നു ചോറിനുണ്ട്. ഡൂഡു അവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ഡൂഡുവിന് ഇടയ്ക്കിടയ്ക്ക് പുനഃ വാരിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അഞ്ചു ദൈവമേ അപ്പച്ചോ കുഞ്ഞിപ്പച്ചി പറഞ്ഞില്ലേ ദൈവമേ. അത് ശരി, എന്നെ കൂട്ടാനാണ് അപ്പൊ ഓണങ്ങള്. ആഹാ ഞാനെന്നെ കൂട്ടുകാരെ. അപ്പൊ സമയം രാത്രി 2 മണിയായിട്ടോ. വെളുപ്പിന് 2 മണിയായി. ഇന്ന് ഓണാട്ടോ കൂട്ടുകാരെ. ഹാപ്പി ഓണം. അപ്പൊ പൊന്നും കുഞ്ഞും കാണും നല്ല ഉറക്കാണ്. പപ്പയും ഉറങ്ങി. ഇപ്പൊ മമ്മിയും സുസിയും കൂടെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും ഡൂഡും കൂടി എന്നിട്ട് പൊരിഞ്ഞ അരിയിലായിരുന്നു കേട്ടോ, പൂക്കളരിയില്. ഇപ്പൊ ഡൂഡു ഉറങ്ങി. പരിഞ്ഞ് പൂക്കൾ കാണിച്ചു തരാം. കാര്യം മരച്ചൂട്ടോ. കുറച്ചേരം ഇങ്ങനെ നിന്നിട്ട് മമ്മി ഇപ്പോഴവിടെ കുളിച്ചിട്ട് വരുന്നേ. അപ്പൊ ഈ കാണുന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത പൂക്കള്. കണ്ടോ, ഇത് അടിയിൽ കണ്ടോ പൂക്കള്. ഇത് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ദേവതേനെ പോലെ ഒരു ചേച്ചി. നമുക്ക് ഈ കാണുന്ന മൊത്തം അങ്ങനെ വന്നു. എന്നിട്ട് അത് മൊത്തം കൊറേ ഉണ്ടായിരുന്നു ആ വീട്ടില്. അപ്പൊ ഞങ്ങള് ചുമ്മാ പൊന്നു എന്തായാലും ചോദിച്ചോട്ടാണ് ഞങ്ങൾ ചോദിച്ചു നോക്കി. അപ്പൊ എന്നിട്ട് പിന്നെ മൊത്തം അരിഞ്ഞെടുത്തു. ഇത് ഫുൾ അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കുഞ്ഞിപ്പൂക്കളുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പൂക്കൾ വെച്ചിട്ടാണ് നമുക്ക് രാവിലെ എന്താ ഉണ്ടാക്കാനുള്ളത്? പൂക്കളം. നമ്മളെ കൂടെ രാവിലെ എണീച്ച് നമുക്ക് പൂക്കളം. അതെ, പൂക്കളം. അപ്പൊ കൂട്ടുകാരെ അത്രയുള്ള വീഡിയോ. അപ്പൊ നാളെ ഓണത്തിന്റെ വിശേഷങ്ങളും എല്ലാം ആയിട്ട് നാളെ കാണാം. അപ്പൊ അത്ര കൂട്ടുകൂടെ ഓക്കെ പൊന്മണി. അപ്പൊ പൊന്നു നടന്നല്ലേ ഉറക്കം കേട്ടോ. ഞങ്ങളും പോയി കിടന്ന് ഉറങ്ങട്ടെ. തൊണ്ട അടഞ്ഞു.